നമസ്കാരം സ്വാമിജി. നമസ്തേ. നമസ്തേ. അതായത് നിരവധി പാഠശാലകൾ വരണം, ഇതൊക്കെ പഠിപ്പിച്ച് നല്ല പൂജാരിമാരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ സംസ്ഥാനത്ത് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും പൂജ ചെയ്യാനുള്ള അധികാരം കൊടുക്കണോ കൊടുക്കണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ച നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആരും ആ ചർച്ചയ്ക്ക് ധൈര്യപ്പെട്ട് മുന്നോട്ട് വരുന്നില്ല, ചില പ്രത്യേക കാരണങ്ങളുണ്ട്. സ്വാമിജിയുടെ ഇതിൻ്റെ അഭിപ്രായം എന്താണ്? മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ഈ ചർച്ച ഏറ്റവും സജീവമായി കൊണ്ടുവന്നത് മാധവ്ജിയായിരുന്നു. മാധവ്ജി ഈ വിഷയത്തിൽ വളരെയധികം പരിശ്രമിക്കുകയും പൂജ പഠിച്ചവർക്കൊക്കെ തന്നെ എല്ലാ ജാതിക്കാർക്കും ഒരുപോലെ ജാതി ഭേദമില്ലാതെ എല്ലാവർക്കും ബ്രാഹ്മണ്യത്തിലേക്ക് ഉയരാം, അങ്ങനെയുള്ളവർക്ക് പൂജകരാവാം എന്ന രീതിയിൽ ഒരു ദിവസം ഒരു പ്രഖ്യാപനം കൊണ്ടുവന്നതല്ല, മറിച്ച് വിദ്വാൻമാരുമായി ചർച്ച ചെയ്ത്, കേരളത്തിലെ എല്ലാ തന്ത്രിശ്രേഷ്ഠന്മാരുമായി ചർച്ച ചെയ്ത്, പ്രധാനപ്പെട്ട വേദജ്ഞന്മാരുമായി ചർച്ച ചെയ്ത് അങ്ങനെയാണ് പാലിയം വിളംബരത്തിലേക്ക് എത്തിച്ചത്. ആ പാലിയം വിളംബരത്തിന് ശേഷമാണ് ജാതിഭേദമില്ലാതെ പൂജാ പഠനം നിർവഹിച്ചു എന്നുള്ളവർക്ക് പൂജകരാവാം എന്നുള്ള അംഗീകാരം വന്നത്. ദേവസ്വം ബോർഡുകളിൽ അത് അംഗീകരിക്കപ്പെട്ടതാണ്. അങ്ങനെ എത്രയോ പേര് പൂജകന്മാരായിട്ടിപ്പോൾ ഉണ്ട്, എത്രയോ പേര് പൂജിക്കുന്നുണ്ട്. സാത്വിക വിധാനത്തിൽ നടക്കുന്നിടത്തെ ഈ ബ്രാഹ്മണ്യം ചിന്തിക്കപ്പെടേണ്ടതുള്ളൂ. ജാതിയല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ ഏത് സമുദായത്തിൽ നിന്ന് വന്ന ആളായാലും ഏത് ജാതിയിൽ നിന്ന് വന്ന ആളായാലും ഗായത്രി ഉപാസന ചെയ്ത് ഉപനയനം ചെയ്ത് ബ്രാഹ്മണ്യത്തിലേക്ക് ജീവിതം നയിച്ച് പൂജകന്മാരാവുക എന്നുള്ളത്. അതേസമയത്ത് രാജസികവും താമസികവുമായ വിധാനത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല. അതെ. അപ്പോൾ ഏതൊരാൾക്കും, അത് നമ്പൂതിരിയായാലും കൊള്ളാം, നായരായാലും കൊള്ളാം, ചെറുമരായാലും കൊള്ളാം, പുലയരായാലും കൊള്ളാം, പറയരായാലും കൊള്ളാം, നമ്പീശനായാലും കൊള്ളാം, മാരാരായാലും കൊള്ളാം, ആരായാലും കൊള്ളാം, അവർക്കൊക്കെ പൂജ ചെയ്യാം, ഒരു വിരോധമില്ല. ഈ സാത്വിക വിധാനത്തിലുള്ള ബ്രാഹ്മണ്യം എന്നുള്ളത് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ രീതിയിൽ ബ്രാഹ്മണത്വത്തിലേക്ക് ഉയരാം. ഇത് മനുവിനാൽ പോലും സമ്മതമായിട്ടുള്ള വിഷയമാണ്. ശൂദ്രോ ബ്രാഹ്മണതാമേതി ബ്രാഹ്മണോ യാതി ശൂദ്രതാം എന്ന് മനു തൻ്റെ സ്മൃതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശൂദ്രനായിട്ട് ഇന്നലെ ഇരുന്ന ഒരാൾക്ക് ഉപാസനയിലൂടെ ഇന്ന് ബ്രാഹ്മണ്യത്തിലേക്ക് ഉയരാം. ഇന്നലെ ബ്രാഹ്മണനായിരുന്ന ഒരാൾക്ക് തിരിച്ച് താഴേക്ക് പോവാം, ഉപാസന ചെയ്യാതെ ശൂദ്രത്വത്തെ പ്രാപിക്കാം. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ 100% അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു, സാത്വിക വിധാനത്തിൽ പൂജ നടക്കേണ്ട സ്ഥലങ്ങളിൽ ബ്രാഹ്മണൻ തന്നെയാണ് പൂജിക്കേണ്ടത്, അബ്രാഹ്മണനല്ല. എന്നാൽ ബ്രാഹ്മണനാര് എന്ന ചോദ്യത്തിന് ഉത്തരം എൻ്റെ അച്ഛൻ ബ്രാഹ്മണനാണ് അതുകൊണ്ട് ഞാനും ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ നിൽക്കില്ല. ബ്രാഹ്മണ്യത്തിലേക്ക് ഉയരണം. എൻ്റെ അച്ഛൻ ബ്രാഹ്മണനാണെങ്കിൽ എനിക്ക് ബ്രാഹ്മണ്യത്തിലേക്ക് ഉയരാൻ സാഹചര്യം കൂടുതലുണ്ട്. അതിനെ വിനിയോഗിച്ചാൽ എനിക്ക് ഉത്തമ ബ്രാഹ്മണനാവാം. പക്ഷേ അതിനെ ഉപയോഗിക്കുന്നില്ലെങ്കിലോ ഞാൻ ബ്രാഹ്മണനാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് പൂജ പഠിച്ചവരും ജീവിതക്രമം അതിനനുസൃതമായി പുലർത്തുന്നവരുമായ ആർക്കും ക്ഷേത്രപൂജ ചെയ്യാം. അതിനുള്ള വിദ്യാശാലകൾ ഇന്ന് ധാരാളമുണ്ട്. ഒട്ടനവധി ആചാര്യന്മാർ പൂജാവിധാനവും മറ്റും പഠിപ്പിക്കുന്നുണ്ട്. അത്തരം സ്ഥാനങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച് പൂജകന്മാരാവാം.